ലൈറ്റ് അടിച്ചാൽ മാത്രം കാണുന്ന പിക്ചേഴ്സ് നമുക്കിന്ന് ഉണ്ടാക്കിയാൽ അതിനായിട്ട് ഒരു പേപ്പറിൽ നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് ഒന്ന് വരച്ച് കളർ ചെയ്തെടുക്കാം. എന്നിട്ട് വേറൊരു പ്ലെയിൻ പേപ്പർ അതേ സൈസിൽ എടുത്തിട്ട് എന്നിട്ട് ഗ്ലൂ സ്റ്റിക്ക് എടുത്തിട്ട് അതിന്റെ അറ്റത്ത് മാത്രമായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓർമ്മയില്ലാതെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ മുഴുവനായിട്ട് ഞാനത് തേച്ചു പോയി. അങ്ങനെ തേക്കരുത്, അല്ലാതെ തന്നെ അതിന്റെ അറ്റത്ത് മാത്രമായിട്ടൊന്ന് അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് ഇതുപോലെ വരച്ച പേപ്പറും പ്ലെയിൻ പേപ്പറും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക ഒരുമിച്ചിട്ട്. ഇപ്പം ചെയ്ത പോലെ തന്നെ എല്ലാ പേപ്പേഴ്സും ഞാൻ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ടോം ആൻഡ് ജെറിയും സ്ട്രോബെറിയും എല്ലാം. ഈ ടോം ആൻഡ് ജെറി ഞാൻ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ടോം ആൻഡ് ജെറിയാണ് എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ, അതുകൊണ്ട് എടുത്തുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സിന് ഇല്ലെങ്കിൽ ഫ്രൂട്ട്സോ ഇല്ലെങ്കിൽ അതല്ല ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും മെസ്സേജസോ കാണുന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പേപ്പർ എടുക്കുമ്പം A4 ഷീറ്റിൻ്റെ അങ്ങനത്തെ ഒരു കട്ടിയിലുള്ള പേപ്പർ എടുക്കുക. അല്ലാതെ നമ്മുടെ നോർമൽ ബുക്കിൻ്റെ പേജസൊക്കെ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ മെസ്സേജസ് പുറത്തേക്ക് കാണുന്ന പോലെ തന്നെ ടോർച്ച് അടിക്കുന്നതിന് മുന്നേ പുറത്തേക്ക് കാണും. അപ്പം ഫ്ലാഷ് ഓൺ ആക്കുക. പിക്ചേഴ്സ് അതിൻ്റെ മേലെ അടുപ്പിച്ച് വെക്കാതെ കുറച്ച് വിട്ട് വെച്ചാൽ പിക്ചേഴ്സ് നന്നായി കാണും. അപ്പം അത്രേ ഉള്ളൂ. ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട.